എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശത്ത് ഉണ്ടായ ഒരു സംഭവ കഥയാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു പാസ്റ്ററെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും എനിക്കൊരവസരം ലഭിച്ചു. അങ്ങനെ സംസാരിക്കവേ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ലായിരുന്നു എൻ്റെ ചെറുപ്പം. വിങ്ങുന്ന ഹൃദയവുമായി ഓരോ ദിവസവും തള്ളി നീക്കിയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആ പറച്ചിൽ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നം? ഞാൻ മനസ്സുകൊണ്ടത് കേൾക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എൻ്റെ വീട് ഒരു കുടിലാണ് അന്നത്തെ കാലത്ത്. അതായത് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ കുടിലിൽ ഞാനും അപ്പനും അമ്മയും എൻ്റെ 2 സഹോദരങ്ങളും. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പം കൂലിപ്പണിയാണ്, അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് വരവേ രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പോഴത്തേന് വൈകിട്ട് അപ്പം വരും. അപ്പൻ്റെ കയ്യിൽ എന്തെങ്കിലും കാപ്പിക്കടയിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങൾ എന്തെങ്കിലും കാണും. അതും കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന ഒരു കാലത്ത് ഒരു ദിവസം ഞാൻ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രാവിലെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയെ കാണാനില്ല. നോക്കിയപ്പം അമ്മ അവിടെ ഇല്ല. രാവിലെ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ചുറ്റുവട്ടത്ത് നോക്കി അമ്മയെ കാണുന്നില്ല. സഹോദരങ്ങളെ വിളിച്ചു, അവർ എണ്ണിച്ചു. ഇങ്ങനെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്ന് അല്പം കയറിയാണ് ആ വീട്. പിതാവ് തല കുനിച്ച് കയറി വരുന്നു. അപ്പോൾ അമ്മ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു, ബാ പിള്ളേരെ എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് വീട്ടോട്ട് കൊണ്ടുപോവുകയാണ്. അടുക്കളയിൽ കൊണ്ടുപോയി പിള്ളേർക്ക് ചായ, കയ്യിലിരുന്ന് പൊതിക്കാത്തിരുന്നുണ്ടായിരുന്ന ദോശ, ഇതെല്ലാം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ക്രമീകരിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോഴും ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. അമ്മ ഇവിടെ പോയി, ഇനി അസുഖം വല്ലതുമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവൻ്റെ മനസ്സിലുണ്ട്. 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സിലോ ഉള്ള പ്രായമാണ്. ആ പ്രായത്തിലാണ് മനസ്സിലൊരു ചോദ്യവുമായി ഇങ്ങനെ ഇവർ 3 പേരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ദേശത്ത് റോഡ് സൈഡിൽ ഒരു 2 നില കെട്ടിടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നിടത്തു നിന്ന് പട്ടി റോഡിലോട്ട് പിള്ളേരെ നോക്കി കുരയ്ക്കും. പിള്ളേരിങ്ങനെ ഓരോ കോപ്രായങ്ങളും ഈ പട്ടിയെ നോക്കി കാണിക്കും. അങ്ങനൊരു സാഹചര്യത്തിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം നിലയിൽ നിന്ന് കുര കേട്ടിട്ടെന്ന വണ്ണം